ഗീതൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുടംപുളിയിട്ട നല്ല നാടൻ ഏട്ടക്കൂര കറിയാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോകൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് 2 കിലോ ഏട്ടക്കൂരി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി ഒരു 10 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, 5-6 പച്ചമുളക്, വേപ്പില, ആവശ്യത്തിന് കുടംപുളി. ഞാനിവിടെ 3 വലിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയായതുകൊണ്ട് 3 വലിയ കഷ്ണം ധാരാളം മതിയാവും. ഇനി മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ. ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുടംപുളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് നെയ്യും പുളിയും തിരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഏട്ടക്കൂരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ചുറ്റിച്ച് ആവശ്യമെങ്കിൽ 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിള വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ചുറ്റിച്ച് ഒരു 20 മിനിറ്റ് തീ കുറച്ച് മൂടി വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മുടെ കൂരിക്കറി വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഏട്ടക്കൂരിക്കറി നെയ്യൊക്കെ തിരിഞ്ഞ് നല്ലതുപോലെ പാകമായിട്ടുണ്ട്. ഇതിനി ഒരു കറി പ്ലേറ്റിലേക്ക് നമുക്കെടുക്കാം. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിതേ രീതിയിൽ തന്നെ നാടൻ കൂരിയും വയ്ക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും സ്വാദിഷ്ടമായൊരു വിഭവമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.